أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه وعلى آله. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحديث الحميم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولياليق رسول الله جاءك بإذا الكريم تحلى باسم منتقم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. فإن من جودك الدنيا وضارتها، فإن من جودك الدنيا وضارتها، ومن
بعبدك في دارين إنا له صبرا متى تدعوه أهوال ينهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمة على النبي بمهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما رنا حتى عذبا بالبريد حصرا وأترب العيسى بالعيس بالنغم جل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عسير الكرم والآل والصحب ثم التابعين له والآل والصحب ثم التابعين له أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم اللهم صل وسلم وبارك عليه. السلام عليكم ورحمة الله وبركاته. الحمد لله كفى والسلام على نبيه المصطفى
وعلى آله أهل الصدق والوفاء والحمد لله رب العالمين. ബഹുമാന്യ പ്രേക്ഷകർക്ക് ഇർസുൻ നബവിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഹ്രസ്വമായി പഠനത്തിന് വിധേയമാക്കുകയാണ് നമ്മൾ. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുല കൊടുക്കാൻ ഏറ്റെടുത്ത ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവ സാക്ഷ്യങ്ങളെ വളരെ വിശാലമായി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. പൂർവികരായ പണ്ഡിത മഹത്തുക്കൾ വളരെ കൃത്യമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തുന്നു. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്തു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ വന്ന ആ കഴുതയുടെ ആ വാഹനത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരുത്തി. അപ്പോൾ പെട്ടെന്ന് കാണാൻ കഴിയുന്നു, ഇസ്തഖ്ബല ബിവജ്ഹിൽ കഅബ വസജദ സലാസ മർറാത്തിൻ. നേരെ കഅബാലയത്തിലേക്ക് തിരിയുന്നു, 3 പ്രാവശ്യം സുജൂദ് ചെയ്യുന്നു. പരിശുദ്ധമായ മക്കയിൽ വന്ന ആളുകൾ എന്നും മക്കയിൽ നിന്ന് ദൂരത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ കഅബയോടൊരു സമ്മതം വാങ്ങണം. വിദാഇന്റെ തവാഫ് എന്നാണ് അതിന് പറയാറുള്ളത്. ആ ഒരു ശൈലി അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയം ഉള്ള നാട്ടിൽ നിന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഞ്ഞായിരിക്കുമ്പോ മുലകുടി പ്രായത്തിൽ മുല കൊടുക്കുന്ന ഉമ്മയുടെ നാട്ടിലേക്ക് പുറപ്പെടുന്ന രംഗമാണ് ഈ പറഞ്ഞത്. ഇസ്തഖ്ബല ബിവജ്ഹിഹി അൽ കഅബ വസജദ 3 മർറാത്ത്. കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് 3 പ്രാവശ്യം സുജൂദ് ചെയ്തു എന്ന് ഹലീമ റളിയല്ലാഹു അൻഹ പറയും. പിന്നീട് ഞങ്ങളുടെ കഴുതയുടെ മുകളിൽ കയറി യാത്ര പുറപ്പെട്ടപ്പോ മർറത്ത് ബിനൽ അതാനുകൽ ജവാദ്, വളരെ ബലഹീനമായ ഒരു കഴുത. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ നാട്ടിൽ കടുത്ത ക്ഷാമം, വല്ലാത്ത പ്രതിസന്ധി, ഭക്ഷണക്ഷാമം. അങ്ങനെ ആ ക്ഷാമത്തിന്റെ ഇടക്ക് പ്രസവിച്ചിട്ട് 7 ദിവസമായി, വേണ്ട പോലെ ഭക്ഷണം പോലും ഇല്ലായിരുന്നു. ഒരു ബലഹീനമായ കഴുതയുടെ മുകളിലാണ് വന്നത്. പോരുന്ന സമയത്ത് 10 പേരാണ് ഒപ്പം വന്നത്. ബാക്കിയുള്ളവരൊക്കെ കുറെ മുന്നിൽ നടക്കുമ്പോഴും ഈ കഴുത അങ്ങനെ പതിയെയാണ് നടക്കുന്നത്. അതിന്റെ പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കഴുതയുടെ മുകളിൽ വെച്ച് തിരിച്ചു പോകുമ്പോ കുതിര ഓടുന്നത് പോലെ ആ കഴുത അങ്ങോട്ട് ഓടുന്നു. ഫഖാലത്തിൻ നിസാ, അപ്പൊ കൂടെയുള്ള സ്ത്രീകൾ പറയുകയാണ്, യാ ഹലീമ അലൈസ ഹാദിഹി അതാനുകി ഇന്നലകി ലശഅനൻ നജീബ. ഹലീമ, നീ ഇങ്ങോട്ട് പോന്നപ്പോൾ കയറിയ ആ കഴുത തന്നെയല്ലേ ഇത്? എന്തോ ഒരു വല്ലാത്ത അത്ഭുതം തന്നെ. അത്ഭുതമുണ്ട്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അങ്ങനെ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ അവരുടെ പ്രിയപ്പെട്ട ഭർത്താവുമുണ്ട് പോരുകയാണ്. ആ സമയത്തുണ്ടായ ഒരു അനുഭവം വിശദീകരിക്കുന്നു. ഫബൈനമാ അന ഫീ അത്നാഇ ത്വരീഖ്, ഞാൻ ഇങ്ങനെ വഴിയിലൂടെ ഞങ്ങൾ പോരുകയാണ്. ആ പോരുന്നതിനിടയിൽ വഇദാ അന ബി 40 നസ്റാനിയൻ യതദക്കറൂന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹും സുയൂഫുൻ മസ്മൂമ. 40 നസ്റാനികൾ, ക്രൈസ്തവർ, അവരിങ്ങനെ വളരെ അധികം യോദ്ധാക്കൾ ഊരിപ്പിടിച്ച വിഷത്തിലൂട്ടിയ വാളുമായി കാത്തു നിൽക്കുകയാണ്.
അവര് പറയുന്നത് മുഹമ്മദ് എന്ന ഈ കുട്ടിയെ പറ്റി, ആ കുട്ടി ജനിച്ചതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങള് നേരെ അവരുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ ഫലമ്മാ നദറ ഇലൈഹി കബീറുഹും, അവരുടെ നേതാവ് ഈ എന്റെ കയ്യിലിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഈ കുട്ടിയെ കണ്ടപ്പോൾ ഖാല വൈഹക്കും ദൂനക്കും ഹാദൽ ഗുലാം ഫഖ്തുലൂഹു, നേതാവ് വിളിച്ചു പറയുന്നു, അതാ നമ്മൾ കാത്തിരിക്കുന്ന ഈ കുട്ടി ഇതാണ്, അത് നമ്മുടെ മതത്തെ ധ്വംസിക്കാൻ വരുന്ന ഈ യഥാർത്ഥമായ ആ മതം വരികയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ, ആ കുട്ടി ഇതാണ്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെന്ന് കൊലപ്പെടുത്തണം. ഇതിങ്ങനെ പറഞ്ഞപ്പോ അവരതാ ഓടി വരികയാണ് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊല്ലാൻ വേണ്ടി. ഫഹുവൽ മത്ലൂബ്, ആ സംഘത്തിന്റെ നേതാവ് പറയുന്നു, ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഈ കുട്ടിയെ കൊല്ലലാണ്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് പോയി കൊല്ലണം. ഇതങ്ങ് കണ്ടപ്പോ ഫഖുൽതു ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ പറഞ്ഞു വാ മുഹമ്മദാ. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ അനുഭവം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞാണ്, മുലകുടി പ്രായമാണ്, മുല കൊടുക്കാൻ ഏറ്റെടുത്തിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ഈ ഒരു വല്ലാത്ത അപകടാവസ്ഥ. അപ്പൊ ഹലീമത്തു സഅദിയ വാ മുഹമ്മദാ എന്നിങ്ങനെ വിളിച്ചു, മുത്തുനബിയുടെ പേര്. അപ്പൊ എന്ത് സംഭവിച്ചു? ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഫതഹ ഐനൈഹി വറമഖ ബിതർഫിഹി നഹ്വ അസ്സമാ, കുഞ്ഞായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു തുറന്നിട്ട് ആകാശത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. വഇദാ ബിനാരിൻ നസലത് മിനസ് സമാഇ ഫഅഹറഖതുഹും മൻ ആഖിരിഹിം, ആകാശത്തു നിന്നൊരു വലിയ അഗ്നിഗോളം വന്ന് അവരെ കത്തിച്ചു, 40 ആളുകളെയും ചാരമാക്കി കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് കണ്ടപ്പോ ഖാല സൗജി ഇന്ന ലിഹാദൽ മൗലൂദി ലശഅനൻ വസൗഫ യഅലു അംറഹു, എന്റെ ഭർത്താവ് പറഞ്ഞു, ഇതൊരു വല്ലാത്ത അത്ഭുതമുള്ള കുട്ടിയാട്ടോ, ഇതൊരു വലിയ അത്ഭുതമുള്ള കുട്ടിയാട്ടോ, ഈ കുട്ടിയുടെ ആ സ്ഥാനം ഇനി ഇൻഷാ അല്ലാഹ് ഉയർന്നുകൊണ്ടിരിക്കും. എന്റെ ഭർത്താവ് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന് അപ്പം മുതൽ പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടല്ലേ പിൽക്കാലത്തും സഹാബികൾ അങ്ങനെയല്ലേ ചെയ്തത്? മഹാനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അന്ന റജുലൻ അഅ്മ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അന്ധനായ കണ്ണു കാണാത്ത മനുഷ്യൻ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. സഹാബിയായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബിയുടെ ചാരത്തുണ്ടായ സംഭവം. ഒരാൾ അന്ധനാണ്, കണ്ണു കാണാത്തയാളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, യാ നബി അല്ലാഹ്, ഓ അള്ളാന്റെ ഹബീബെ, എനിക്ക് കണ്ണ് കാണുന്നില്ല, എനിക്ക് കൈപിടിക്കാൻ ഒരു മനുഷ്യനില്ല, അതുകൊണ്ട് എനിക്ക് കണ്ണിന്റെ കാഴ്ച വേണം നബിയെ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഷമം പറഞ്ഞപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? തവല്ലദ് വസല്ലി റകഅതൈൻ, മോനെ നീ പോയി വുദു എടുത്തിട്ട് 2 റകഅത്ത് നിസ്കരിക്കുക. ആ നിസ്കാരം കഴിഞ്ഞിട്ട് സുമ്മഖുൽ, പിന്നെ നീ ഒരു ദുആ എടുക്കണം. എന്താ ദുആ? അല്ലാഹുമ്മ അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയ്യി മുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് അതശഫഉ ബിക ഫീ റദ്ദി ബസരി. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, എന്റെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ നബിയെ കൊണ്ട് ചോദിക്കുന്നു, യാ മുഹമ്മദ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് വിളിക്കുക. എന്നിട്ട് പറഞ്ഞു, അതശഫഉ ബിക, അങ്ങയെ കൊണ്ട് ഞാൻ ശഫാഅത്ത് ചോദിക്കുകയാണ് എന്റെ കണ്ണിന്റെ കാഴ്ച മടക്കി കിട്ടാൻ. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തൽസമയം ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച മടക്കി കിട്ടി, കണ്ണ് കാഴ്ചയുള്ളവനായി. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ആ ഹബീബിന്റെ നാമത്തിന്റെ പവറാണത്. അതാണ് ചെറുപ്പത്തിൽ തന്നെ ആ ഹബീബിന്റെ ആ പേര് ഹലീമത്തു സഅദിയ വിളിച്ചു, വാ മുഹമ്മദാ. ആ പേരിന് വല്ലാത്ത പവറാണ്, വല്ലാത്ത പവറാണ്. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി. ആ പേരിട്ട അബ്ദുൽ മുത്തലിബ് തന്നെ ലക്ഷ്യം പറഞ്ഞതാണത്. അല്ലാഹു ആ പേരിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. അപ്പോ നാം ആലോചിക്കേണ്ടത് വളരെ നന്നായി അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം മനസ്സിലാക്കണം.
അങ്ങനെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ കൊണ്ടുപോയി ഞങ്ങളുടെ നാട്ടിലെത്തി. ചെന്നപ്പോൾ തന്നെ പോകുന്ന വഴി മുഴുവനും പച്ചപ്പ് പരക്കുകയാണ്, ആട്ടിൻകൂട്ടങ്ങളിൽ നല്ല പാലുണ്ടാവുകയാണ്. അതേ വലിയൊരു അത്ഭുതം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഫിൽ യൗമി കശ്ശഹരി വഫി ശഹരി കസ്സന, ഒരു ദിവസത്തിൽ ഒരു മാസത്തിന്റെ വളർച്ച, ഒരു മാസത്തിൽ ഒരു വർഷത്തിന്റെ വളർച്ച. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർച്ചയുണ്ടായത്. അങ്ങനെ വളരുകയായിരുന്നു. അങ്ങനെ 2 വർഷക്കാലം മുല കൊടുത്തു. അങ്ങനെയാണ് 2 വർഷം മുല കൊടുക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ അങ്ങനെ പറഞ്ഞല്ലോ, വൽ വാലിദാതു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുത്തിമ്മ റളാഅ. മാതാക്കൾ സന്താനങ്ങൾക്ക് 2 വർഷം മുല കൊടുക്കണം, പൂർണ്ണമായി മുല കൊടുക്കണം, മുലകുടി പ്രായം പൂർണ്ണമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്കാണ് ഈ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇന്ന് കുട്ടികൾക്ക് മുല കൊടുക്കാൻ പല ഉമ്മമാർക്കും മടിയാണ്. കാരണം അവരുടെ ഭംഗി കുറഞ്ഞു പോകുമോ എന്നൊരു പേടിയാണ്. പക്ഷേ പൂർണ്ണമായും 2 വർഷക്കാലം മുല കൊടുക്കണം. അതാണ് യഥാർത്ഥ മുലകുടി, പൂർണ്ണമായ മുലകുടി പ്രായം. ഇരിക്കട്ടെ, ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇന്ന് നമുക്ക് കാണാം, കുഞ്ഞ് ജനിച്ച് പ്രസവിച്ച് വീണിട്ട് 5 വക്ത് നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ട് മുല കൊടുത്താൽ മതി എന്നും പറഞ്ഞ് ഏതോ ഭാഗത്തു നിന്നൊക്കെ ദീനിന്റെ പേരിൽ കള്ളം പറഞ്ഞുണ്ടാക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാം. വ്യാജന്മാരായ ആളുകൾ ആണതവര്. എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നു. ഈ ജനിച്ചു വീണ കൈക്കുഞ്ഞിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണല്ലോ അത്. ആ കൈക്കുഞ്ഞ് ജനിച്ചു വീണാൽ അതിന്റെ മാർവിടത്തിലെ, ഉമ്മയുടെ മാർവിടത്തിലെ പാല് കുട്ടിക്ക് അവകാശപ്പെട്ടതാണ്. അതിനെ തടഞ്ഞു വെക്കാൻ പിന്നെ അധികാരം ഇല്ല. ഇരിക്കട്ടെ, ഞാൻ സൂചിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് 2 വർഷക്കാലം മുല കൊടുത്തു. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോ ആമിന ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, യുർജിഇ ബിഹി ഫഇന്നി അഖാഫു അലൈഹി മിൻ വബാഇ മക്ക. ഈ കുട്ടിയെ നീ തന്നെ കൊണ്ടുപോയി വളർത്തണം. ഈ മക്ക മലീമസമാണെന്ന്, ഈ മക്കയിലെ വല്ലാത്ത വബാകളാണ്, അത് ഈ കുട്ടിക്ക് വരുമോ എന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് വളരെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നല്ല ആരോഗ്യവാനായി വളരുകയാണല്ലോ, നീ ഒന്നുകൂടെ കൊണ്ടുപോയി കുട്ടിയെ വളർത്തണം എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരിച്ചേൽപ്പിക്കാൻ വന്നപ്പോൾ ആമിന ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ അതേ 2ാമത് കൊണ്ടുപോയി വളർത്തുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മുലകുടി പ്രായത്തിലുണ്ടായ ധാരാളം അത്ഭുതങ്ങൾ, അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളും പ്രാധാന്യങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ 2ാമത് മടക്കി കൊണ്ടുപോയി. അവിടെ നിന്ന് അങ്ങോട്ടുള്ള വളർച്ചയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഹ്രസ്വമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അള്ളാഹു ഈ ഹബീബിന്റെ മദ്ഹ്, അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മോട് ധാരാളം ആളുകൾ ഈ പരിപാടിയിൽ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. ധാരാളം ആളുകൾ നേരിട്ട് പറയുന്നവരുണ്ട്, ഈ പ്രോഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും ഖൈറായി നിറവേറ്റി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.